നമസ്കാരം, സ്വാഗതം. ഞാൻ വിഷ്ണു അടൂർ. ടെലികോം രംഗത്ത് നമ്മൾ കാത്തിരുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത ആളുകളായിട്ട് വളരെ കുറച്ച് ആളുകൾ മാത്രമേ നമുക്കിടയിലുള്ളൂ. കോളിംഗിന് വേണ്ടിയും ഡേറ്റാ സേവനങ്ങൾക്ക് വേണ്ടിയും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഒരു സിമ്മും അതിൽ കൂടുതൽ സിമ്മും ഉള്ള ആളുകളും നമുക്കിടയിലുണ്ട്. കുറച്ചു കാലങ്ങളായി മൊബൈൽ കമ്പനികൾ അവരുടെ നിരക്കുകൾ ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഉപഭോക്താക്കളെ സംബന്ധിച്ചൊരു ബുദ്ധിമുട്ടാകുന്നുണ്ട്. പല ആളുകളും അവരുടെ സെക്കൻഡറി സിം ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു കണക്ക് കൂടി പറയാം. ഇന്ത്യയിൽ ആകമാനമായി 15 കോടിയോളം ആളുകൾ ഡേറ്റാ സേവനങ്ങൾ ഉപയോഗിക്കുന്നില്ല. അവർ കോളിംഗിന് വേണ്ടി മാത്രമാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്. അത്തരത്തിലുള്ള ആളുകളെ യാതൊരു തരത്തിലും ഈ മൊബൈൽ കമ്പനികൾ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പൊ ഈ മൊബൈൽ കമ്പനികളുടെ മിക്കവാറും എല്ലാ പ്ലാനുകളിലും ഡേറ്റാ സേവനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഡേറ്റ ഉപയോഗിക്കാത്ത കസ്റ്റമറാണ് അത് റീചാർജ് ചെയ്യുന്നെങ്കിൽ പോലും അവർ ഉപയോഗിക്കാതെ തന്നെ അവർ ഡേറ്റയ്ക്ക് വേണ്ടി പണം മുടക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ കോളിംഗ് ഓൺലി പ്ലാനുകൾ കൃത്യമായി അവതരിപ്പിക്കണമെന്ന് പലതവണ ട്രായ് നിർദ്ദേശം കൊടുത്തെങ്കിലും കാര്യമായിട്ടുള്ള പ്ലാനുകളൊന്നും ഈ കമ്പനികൾ അവതരിപ്പിച്ചിട്ടില്ല. അതായത് ട്രായുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ തട്ടിക്കൂട്ട് പ്ലാനുകളല്ലാതെ കൃത്യമായിട്ട് കോളിംഗ് ഓൺലി പ്ലാനുകൾ ഈ കമ്പനികളൊന്നും അവതരിപ്പിച്ചിട്ടില്ല. സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള BSNL പോലും അത് കൃത്യമായിട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ വേദനാജനകമായിട്ടുള്ള കാര്യം തന്നെയാണ്. എല്ലാ വാലിഡിറ്റി പ്ലാനുകളിലും കോളിംഗ് ഓൺലി പ്ലാനുകൾ കൂടി ഉൾപ്പെടുത്തണമെന്നുള്ളത് നിയമം മൂലം ഉറപ്പുവരുത്തുവാൻ തയ്യാറെടുക്കുകയാണ് ട്രായ്. ടെലികോം കമ്പനികളുടെ വളരെ ശക്തമായിട്ടുള്ള എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നീക്കവുമായിട്ട് ട്രായ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു തീരുമാനം നടപ്പിലായി കഴിഞ്ഞാൽ ഉപഭോക്താക്കളെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. സെക്കൻഡറി സിം ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. 2 സിം ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പറഞ്ഞാൽ അവരുടെ ഡേറ്റയ്ക്ക് വേണ്ടി ഒരു സിം ചാർജ് ചെയ്താൽ മതി. രണ്ടാമത്തെ സിമ്മിൽ അവർ കോളിംഗ് ഓൺലി പ്ലാൻ ഇട്ടുകൊണ്ട് അവർക്ക് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ സിം മാനേജ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അവരുടെ ഡേറ്റാ സേവനങ്ങൾ ഉപയോഗിക്കാത്ത ഉപഭോക്താക്കളുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഏതാണ്ട് 15 കോടിയോളം ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് അവർ ഉപയോഗിക്കാതെ ഡേറ്റാ സേവനത്തിന് പണം കൊടുക്കുകയാണ്. അത് അവർക്ക് അവസാനിപ്പിക്കാൻ സാധിക്കും. ട്രായുടെ ഈ തീരുമാനത്തോട് എനിക്ക് വളരെ യോജിപ്പുണ്ട്. ഒരു നല്ല തീരുമാനം തന്നെയാണ്. നമ്മൾ ഉപയോഗിക്കാതെ ഒരു സേവനത്തിന് പണം കൊടുക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഇഷ്ടമുള്ള കാര്യമല്ല. ആരും അത് ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പൊ 15 കോടിയോളം ആളുകൾ ഡേറ്റാ സേവനങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിലും അവരുടെ ഡേറ്റാ സേവനത്തിന് വേണ്ടി പണം ചിലവാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്രയും ആളുകളിൽ നിന്നും ഈ മൊബൈൽ കമ്പനികൾ പണം വാങ്ങുന്നുമുണ്ട്. അത് അവസാനിക്കട്ടെ. അതായത് ഡേറ്റ ആവശ്യമുള്ളവർ ചാർജ് ചെയ്യട്ടെ. നമുക്ക് വേണ്ടാത്ത സേവനം നമ്മളുടെ മുകളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ആ നിലപാട് മാറട്ടെ. കൂടുതൽ ടെലികോം രംഗത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക.